വളരെ സന്തോഷം. ഗവൺമെന്റ് ഇതെല്ലാം കണ്ട് കേട്ട് നമ്മളെ പോലുള്ളവരൊക്കെ കുറച്ചുകൂടി സൗകര്യങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് ആഗ്രഹിക്കുക. ഇത് തമ്പാനൂർ ബസ് സ്റ്റാൻഡാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ മുകളിലേക്ക് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ലിഫ്റ്റിൽ കയറി 8ാമത്തെ ഫ്ലോറിൽ ഒരു കാഴ്ച. ഞാൻ 8ാമത്തെ ഫ്ലോറിലേക്ക് പോവുകയാണ്. നമുക്ക് അവിടെ ഒരു കാഴ്ച കാണാം. ഓക്കെ, ലിഫ്റ്റ് തുറന്നു നമ്മളിത് അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അപ്പൊ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു കാഴ്ച കാണാം കേട്ടോ. ഒരു ലേഡീസിന്റെ ഒരു വെയിറ്റിംഗ് റൂമാണ്. വെയിറ്റിംഗ് റൂമല്ല, ഇവിടെ തങ്ങുന്ന റൂമാണ്. നൈറ്റൊക്കെ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് ലേറ്റായി നമുക്ക് റൂമിൽ പോകാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്നാൽ സേഫാണ്. ഇതുണ്ടോ? അപ്പോൾ ഇവിടെ നല്ല റൂംസ് AC ആണ്. പിന്നെ പൈസയൊന്നും ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് താമസിക്കാനുള്ള സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടു പോവുകയാണെങ്കിൽ എന്താ പറയുക, നമുക്കിവിടെ കയറി താമസിക്കാം. ഇവിടെ താമസിക്കുന്നതിന് 150 രൂപയുടെ റൂമും സ്ഥലമുണ്ട്, 250ൻ്റെ റൂമുണ്ട്, അതായത് ബെഡ് പേസ്. അപ്പോൾ അവിടെ നല്ല സേഫാണ്. ഇവിടെ ബുക്കിംഗ് ഒന്നും ഇല്ലെന്ന് അവർ പറയുന്നേ. സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ട് നോക്ക്, അങ്ങ് കാണുന്നുണ്ടല്ലോ, അവിടെ നിന്ന് ക്രോസ് ചെയ്യാറ്. ട്രെയിനൊക്കെ അവിടെ ഉണ്ട്, കിടക്കുന്നുണ്ട്. അവിടെ നിന്നാൽ ഇങ്ങോട്ട് കാണാം. എന്നിട്ട് അവിടുന്ന് ക്രോസ് ചെയ്ത്, ഒത്തിരി നടക്കൊന്നും വേണ്ട, നേരെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് കയറി വരിക. 2018 നമ്മുടെ ഈ ഒണ്ടേഹോം എന്ന സ്ഥാപനം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. അന്നത്തെ വകുപ്പ് മന്ത്രി ശ്രീമതി ശൈലജ ടീച്ചറാണ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ദരിദ്രരായ സ്ത്രീകൾക്കും ഒറ്റപ്പെട്ടു വരുന്ന സ്ത്രീകൾക്കുമായി പിന്നെ ഒരു സുരക്ഷിതത്വമായി താമസിക്കാനും അതായത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ എക്സാമും വരുന്ന പല നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥാപനമാണ്. അതായത് ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. അതായത് പേടി കൂടാതെയും, അതായത് ഓരോ ഇൻമേറ്റ്സും വരും പറയുന്നത് കേൾക്കാം, നിങ്ങൾ ബസ് സ്റ്റാൻഡിലൊക്കെ വന്നിരുന്ന് കിടന്ന് ബുദ്ധിമുട്ടുന്നു, എവിടെ പോകണമെന്ന് അറിയാതെ കിടന്ന് പാടുപെടുന്നുണ്ട്. ഈ ട്രിവാൻഡ്രം സിറ്റിയിൽ ഇങ്ങനെ ഒരു സ്ഥാപനം വന്നത് തന്നെ നമുക്ക് തന്നെ ഒരു വലിയൊരു ഉപകാരമാണ്. വരുന്ന ഇൻമേറ്റ്സ് ഒക്കെ ഇവിടെ വരുമ്പോൾ ഒരു വീട്ടിൽ കയറി വരുന്ന ഒരു പ്രതീതിയാണ് അവർക്ക് ഉണ്ടാകുന്നത്. KSRTC ബിൽഡിംഗിലെ 8ാം നിലയിലാണ് ഈ പ്രവർത്തിക്കുന്നത്. എൻ്റെ കൂടും ഒണ്ടേഹോം എന്ന 2 സ്ഥാപനമാണ്. ഇവിടെയാണെങ്കിൽ ക്യൂബിക്കളും ഉണ്ട്, ഡോട്ട്മെട്രിയും ഉണ്ട്. ക്യൂബിക്കൾ ആണെങ്കിൽ 250 രൂപയും ഡോട്ട്മെട്രി ആണെങ്കിൽ 150 രൂപയാണ് ഇവിടുത്തെ റെന്റ്. ഒരു ദിവസത്തേക്കാണ്, 24 hours ആണ്, ഒരു മാസം. ഇവിടെ വരുന്നവരെല്ലാം വളരെ നല്ല അഭിപ്രായമാണ് പറയാറുള്ളത്. വരുന്നവർ വീണ്ടും ഇത് അറിയാത്തവർ ഒരുപാടുണ്ട് ഇപ്പോഴും ഇതിനെപ്പറ്റി. കാരണം കുട്ടികളും സ്ത്രീകളും പ്രായമായവരും എല്ലാവരും നല്ല സുരക്ഷിതമായിട്ട് ഇവിടെ താമസിച്ചിട്ട് പോകാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. ഇനി ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഏകദേശം 50ഓളം ബെഡുകളാണ് ഉള്ളത്. സ്ഥാപനത്തിന്റെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് വൈകുന്നേരം 6:30 മുതൽ രാവിലെ 7 വരെയാണ്. ഈ സമയങ്ങളിൽ വരുന്ന എല്ലാ സ്ത്രീകൾക്കും, അതായത് ഒരു മാസത്തിൽ അവർക്ക് 3 ദിവസവും സൗജന്യമായിട്ടാണ് ഇവിടെ താമസ സൗകര്യം കൊടുക്കുന്നത്. ഒരാളെ പരിചയപ്പെടാം. നമ്മുടെ അമ്മയുടെ റൂമാണ്. ഒരു ബെഡ് പേസ് ഉണ്ട് ഇവിടെ. അമ്മ കണ്ട നല്ല ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. വന്നിട്ട് ഇപ്പൊ 3 ദിവസമായി. ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞു. വളരെ വളരെ സന്തോഷമുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പിയാണല്ലേ? വളരെ ഹാപ്പിയാണ്. സേഫാണ്. വളരെ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് എല്ലാം നല്ല രീതിയിൽ നന്നായി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. സർക്കാരിന്റെ ഈ സംരംഭം അവർക്ക് നന്നായി അഭിമാനിക്കാവുന്ന ഒരു സംരംഭമാണ്. സ്വന്തം സ്ഥലം? എന്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരമാണ്. പക്ഷെ ഞാൻ എന്റെ കുട്ടികളുടെ കൂടെ ഹൈദരാബാദിലാണ് താമസിക്കുന്നത്. ഒരു അത്യാവശ്യ കാര്യമായിട്ട് വന്നതാണ്. സർക്കാർ ഇതുപോലൊരു സംരംഭം ഉണ്ടാക്കിയതുപോലെ നമ്മളെ പോലുള്ളവർക്ക് ഇതുപോലെ കുറച്ചധികം ദിവസം നിൽക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോ അതിന് തുണയായിട്ട് സർക്കാർ എന്തെങ്കിലും ചെയ്യണം, ഒരു അപേക്ഷ ഉണ്ട്. അപ്പൊ എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ, പാവം അമ്മയുടെ ഒരു പക്ഷെ മനസ്സിലാക്കണം എല്ലാവരും ഇതിലൊക്കെ സഹകരിച്ചൊക്കെ. ഈ പ്രായം ചെന്നവർക്ക് വേണ്ടി ചില അമ്മ പറയുന്ന ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ പ്രായം ചെന്നവരെ അങ്ങനെ നിർത്താൻ പാടില്ല, അങ്ങനെ നിർത്തൂല എന്നൊക്കെയാ പറയുന്നേ. പക്ഷെ പ്രായം ചെന്നവർക്കല്ലേ നമ്മൾ പരിഗണന കൊടുക്കേണ്ടത്. അതുകൊണ്ട് നല്ല ഗണേഷ് കുമാറൊക്കെ നല്ല മന്ത്രിയാ. കേട്ടോ. അപ്പൊ നിങ്ങളൊക്കെ ഇത് അറിയുക, ചെയ്യുക. എന്താ പ്രായം ചെന്നവര് അവർക്ക് ഭയങ്കരമായിട്ടൊരു ഇമ്പോർട്ടന്റ് കൊടുക്കുക. അപ്പൊ ഈ സുന്ദരിക്കുട്ടിയായ നമ്മുടെ അമ്മേനെ കണ്ടല്ലോ എല്ലാരും. അപ്പൊ അമ്മ ഒരു ബായ് പറഞ്ഞേക്കാം.